ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂ പേയ്മെൻറ്റ് സിസ്റ്റം എന്നതാണ്. അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് കൊമേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നു? ന്യൂ പേയ്മെൻറ്റ് സിസ്റ്റങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഈ ന്യൂ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് യൂസർക്ക് ആവശ്യമായിട്ടുള്ള ഡിസൈനിൽ സിസ്റ്റം കൊണ്ടുവരിക, അല്ലെങ്കിൽ മാസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം കൊണ്ടുവരിക എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്, ഹൈലൈറ്റ് ചെയ്തിട്ടാണ് എന്ത് വന്നത്? ന്യൂ പേയ്മെൻറ്റ് സിസ്റ്റം എന്നുള്ള കോൺസെപ്റ്റ് വന്നത്. അപ്പോൾ അതിൽ നമുക്ക് നോക്കാം സ്മാർട്ട് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെബിറ്റ് കാർഡ്, അതേപോലെ ക്രെഡിറ്റ് കാർഡൊക്കെ വായിച്ചിരുന്നു അല്ലേ? അപ്പോൾ അതേപോലെ തന്നെ മറ്റൊരു ഇ കൊമേഴ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു കാർഡാണ് സ്മാർട്ട് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ സ്മാർട്ട് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റം, എ സ്മാർട്ട് കാർഡ് ഈ സിമിലർ ടു എ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡ് ഇൻ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ക്രെഡിറ്റ് കാർഡിനെ പോലെ തന്നെയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിനെ പോലെ തന്നെയുള്ള അതേ സൈസിലും ഷേപ്പിലൊക്കെ വരുന്ന ഒരു കാർഡാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതൊരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിലെന്ത് ചെയ്തിട്ടുണ്ട്? കമ്പ്യൂട്ടർ ചിപ്പ് എംബഡ് ചെയ്തിട്ടുണ്ട്. ആ കമ്പ്യൂട്ടർ ചിപ്പിന് നമുക്ക് ഒരു മെമ്മറി അല്ലെങ്കിൽ മൈക്രോ പ്രൊസസ്സർ ടൈപ്പ് ആണ് എന്ന് പറയാം. അതിലെന്ത് ചെയ്തിട്ടുണ്ട്? ആ ചിപ്പിൽ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആ ഡാറ്റ ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ട്രാൻസ്ഫർ ചെയ്യാൻ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ എന്നൊക്കെയാണ് ട്രാൻസാക്ഷൻ എന്നുള്ളതിൻ്റെ മീനിങ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ആ കമ്പ്യൂട്ടർ ചിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ഒരു പ്ലാസ്റ്റിക് സ്മോൾ കാർഡിൽ എംബഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു ഗോൾഡ് കോണ്ടാക്റ്റ് പാഡ്, അതായത് ഒരു വൺ സൈഡ് കാർഡിൽ അതിനൊരു ചെറിയ ഗോൾഡൻ കളറിലുള്ളൊരു സ്മോൾ കോണ്ടാക്ട് പാഡ് ആയിട്ടാണ് അതിലെന്ത് ചെയ്തിട്ടുള്ളത്? എംബഡ് ചെയ്തിട്ടുള്ളത്. സ്മോൾ പ്ലാസ്റ്റിക് കാർഡാണ്. മൈക്രോ പ്രൊസസ്സർ അതിൽ ബിൽറ്റിൻ ആയിട്ട് ഉണ്ട്, അതിന് സ്റ്റോർ ചെയ്യാനും അതേപോലെ ഡാറ്റ അല്ലെങ്കിൽ റെക്കോർഡ്സിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാർഡ് ഞാനിവിടെ താഴെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു സാമ്പിൾ സ്മാർട്ട് കാർഡിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ചെറിയ സ്ക്വയറിൽ കാണാൻ പറ്റും. നമ്മളെ ഡെബിറ്റ് കാർഡിലൊക്കെ നമ്മളെപ്പോഴും കാണുന്നത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചിപ്പ് ഈ സ്മാർട്ട് കാർഡിലും ഉണ്ട്. പിന്നെ സ്മാർട്ട് കാർഡ്, നമുക്കൊരു സ്മാർട്ട് കാർഡ് റീഡർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്മാർട്ട് കാർഡ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കസ്റ്റമർക്ക് പേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. സ്മാർട്ട് കാർഡ് ഹാസ് ദ ഫെസിലിറ്റി ടു സ്റ്റോർ ദ ഡീറ്റെയിൽസ് അബൌട്ട് കസ്റ്റമർ. ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽസ് സ്മാർട്ട് കാർഡിൽ എന്ത് ചെയ്യാനും പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റും. അതേപോലെ തന്നെ സ്മാർട്ട് കാർഡിൽ ക്യാഷ് എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ എൻക്രിപ്ഷൻ പറഞ്ഞിരുന്നു. അതായത് വേറൊരു മൂന്നാമതൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ക്യാഷിനെ മാറ്റാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എൻക്രിപ്ഷൻ എന്ന് പറയുക. അപ്പോൾ അങ്ങനെ എൻക്രിപ്റ്റ് ചെയ്തിട്ടാണ് സ്മാർട്ട് കാർഡിൽ എന്ത് ചെയ്യുന്നത്? നമ്മളതിൽ ഡിജിറ്റൽ ക്യാഷ് എൻക്രിപ്ഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് എൻക്രിപ്റ്റ്സ് ഡിജിറ്റൽ ക്യാഷ് ഓൺ എ ചിപ്പ്. ആ ചിപ്പിൽ ഡിജിറ്റൽ ക്യാഷിന് എന്ത് ചെയ്യുന്നുണ്ട്? എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ബാങ്കായിട്ടും കണക്ട് ചെയ്തിട്ട് അത് റീഫിൽ ചെയ്യും. പിന്നെ എ സ്മാർട്ട് കാർഡ് കണ്ടെയ്ൻസ് മോർ ഇൻഫർമേഷൻ ദാൻ ഇൻ അതർ ടൈപ്സ് ഓഫ് കാർഡ്സ്. അപ്പോൾ മറ്റുള്ള കാർഡുകളെയും കാട്ടിലും കൂടുതൽ ഇൻഫർമേഷൻ എന്തിലുണ്ട്? സ്മാർട്ട് കാർഡിലുണ്ട്. പിന്നെ സ്മാർട്ട് കാർഡിൻ്റെ ഒരു എബിലിറ്റിയാണ് ആ ചിപ്പിന് ഒരുപാട് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ഈവൻ മേക്ക് ഡിസിഷൻസ് ആസ് ഇറ്റ് ഹാസ് ഗോട്ട് പവർഫുൾ പ്രോസസ്സിംഗ് ക്യാപ്പബിലിറ്റീസ്. അതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സിങ് ക്യാപ്പബിലിറ്റിയും ആ ചിപ്പിനുണ്ട്. ഒരുപാട് ഇൻഫർമേഷൻസ് അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആ ചിപ്പിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഈ സ്മാർട്ട് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണ് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുക, സർവീസസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു മെർച്ചൻസ് ആൻഡ് കൺസ്യൂമേഴ്സ് ടു സെറ്റിൽ ദ ട്രാൻസാക്ഷൻ ബിറ്റ്വീൻ ദം. അതായത് വിൽക്കുന്ന ആൾക്കും വാങ്ങുന്ന ആൾക്കും അവരുടെ ഇടയിലുള്ള ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്യാൻ സിമ്പിളായിട്ടുള്ളൊരു ടെക്നോളജിയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്മാർട്ട് കാർഡ് കൺസ്യൂമേഴ്സിന് ഒരുപാട് രീതിയിലുള്ള ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് അവരുടെ ചിലവുകൾ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ചില കാർഡുകളൊക്കെ നമുക്ക് എത്ര എമൗണ്ട് ആണ് നമുക്ക് ഒരു ലിമിറ്റും ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാർഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഒരു എഫക്റ്റീവായിട്ടുള്ള നമ്മൾ എക്സ്പെൻഡിച്ചർ, നമ്മൾ ചിലവാക്കുന്നതിനെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി സ്മാർട്ട് കാർഡിനുണ്ട്. അതേപോലെ തന്നെ പേപ്പർ വർക്ക് റെഡ്യൂസ് ചെയ്യാൻ സ്മാർട്ട് കാർഡുകൾക്ക് പറ്റും. അതുപോലെ തന്നെ എബിലിറ്റി ടു ആക്സസ് മൾട്ടിപ്പിൾ സർവീസസ് ആൻഡ് ദി ഇൻ്റർനെറ്റ്. അതേപോലെ മൾട്ടിപ്പിൾ സർവീസസും ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാനൊക്കെ ഉള്ള എബിലിറ്റി ഏതിനുണ്ട്? സ്മാർട്ട് കാർഡിനുണ്ട്. പിന്നെ എ മൾട്ടിപ്പിൾ അപ്ലിക്കേഷൻ കാർഡ് ക്യാൻ സപ്പോർട്ട് സർവീസസ് ലൈക്ക് ഹെൽത്ത് കെയർ, ട്രാവൽ ആൻഡ് ഫൈനാൻഷ്യൽ ഡാറ്റ ആക്സസ്.
അപ്പോൾ ഈ മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ കാർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും കൂടെ ചെയ്യാം. ഇതിൽ ഹെൽത്ത് കെയറിന് നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം, വേറെ ഫൈനാൻഷ്യൽ ഡാറ്റ ആക്സസിങ്ങിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ സ്മാർട്ട് കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒരെണ്ണം എന്ന് പറയുന്നത് സെക്യൂരിറ്റി ആണ്. ഇപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ കാർഡിന് നമുക്ക് ചില ഫങ്ഷൻസ് യൂസ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആക്സസ്, ദാറ്റ് മീൻസ് മൂന്നാമത് ഒരു ഇൻട്രൂഡർ അല്ലെങ്കിൽ ഒരു ഹാക്കർക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്സസ് ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ് സ്മാർട്ട് കാർഡിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റൊന്നാണ് കൺവീനിയൻസ് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, അതുകൊണ്ടാണ് അതിന് കൺവീനിയൻ്റ് ആണ് എന്ന് പറയുന്നത്. നമുക്കത് കൺവീനിയൻ്റ് ആണ്, ഈസിയാണ് എന്നുള്ള അർത്ഥം. പിന്നെ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് എല്ലാ രീതിയിലുള്ള പർച്ചേസും അത് ഏത് രാജ്യത്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ ലിമിറ്റ് വെച്ചിട്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ രീതിയിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് ഫ്ലെക്സിബിൾ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓൾറെഡി നമ്മളെ എമൗണ്ട്, എക്സിസ്റ്റിംഗ് എമൗണ്ടിൽ നിന്നാണ് എന്ത് പോകുന്നത്, ഈ എമൗണ്ട് നമ്മളിങ്ങനെ പേ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും, നമ്മൾ എത്രയാണ് ഇതിൽ സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ലിമിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ചില കാർഡിൽ നമുക്കതില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ചിലവാക്കിക്കൊണ്ടേ നിൽക്കും, ലാസ്റ്റ് ബില്ലെല്ലാം കൂടെ ഒരുമിച്ച് വരിക ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളെ കാർഡിലുള്ള എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചിലവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺട്രോൾ ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ യൂസ് ആണ്, ഹൈലി യൂസ്ഫുൾ ആണ്. അതായത് അബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുന്ന ആളുകളാണെങ്കിലും അല്ലെങ്കിൽ അബ്രോഡിലേക്കൊക്കെ മണി ട്രാൻസ്ഫർ ചെയ്യാനാണെങ്കിലൊക്കെ സ്മാർട്ട് കാർഡ് ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഇൻട്രസ്റ്റ് ഫ്രീ ലോണാണ്. നമ്മൾ നേരത്തെ അതും പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ആ പേയ്മെൻറ്റ് ഡിലേ വരുന്നതിനനുസരിച്ച് ഹൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിന് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ കൊടുക്കുന്ന ഒരു കാർഡും കൂടിയാണ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട്: സെക്യൂരിറ്റി, കൺവീനിയൻസ്, ഫ്ലെക്സിബിലിറ്റി, കൺട്രോൾ, ഇൻ്റർനാഷണൽ യൂസ്, ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ. അതേപോലെ തന്നെ ഗുഡ്സ് പർച്ചേസ് ചെയ്യാൻ, അതേപോലെ നമ്മുടെ ഹെൽത്ത് കെയറിൽ യൂസ് ചെയ്യാം, ട്രാവൽ ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം, ഫൈനാൻഷ്യൽ ഡാറ്റ ആക്സസിന് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് സ്മാർട്ട് കാർഡിനുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ സെക്യൂരിറ്റി എന്നുള്ള പോയിന്റ് പറയുന്നുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ഇൻ ദ സെൻസ് അതായത് നമ്മൾ പറഞ്ഞു നല്ല സെക്യൂർ ആണ്, മറ്റുള്ള കാർഡിനെയും കാട്ടിലും നല്ല സെക്യൂർ ആണ് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിചാരിക്കും, ഇത് നല്ല സെക്യൂർ ആണ്, ഇതിനൊരു പ്രശ്നം പറ്റില്ല എന്നുള്ള ഒരു വിശ്വാസം നമ്മളെ ഉള്ളിൽ കയറും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താവും, ഇറ്റ് ക്രിയേറ്റ്സ് എ ഫാൾസ് സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് സംവൺ മൈറ്റ് നോട്ട് ബി ആസ് ഡിലിജൻറ്റ് ആസ് പ്രൊട്ടക്റ്റിംഗ് ദെയർ കാർഡ് ആൻഡ് ദ ഡീറ്റെയിൽസ് ഇറ്റ് കണ്ടെയ്ൻസ്. അതായത് ഇത് നല്ല സേഫ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്കതിലുള്ളൊരു ശ്രദ്ധ കുറയും. അതാണ് ഇവിടെ പറയുന്ന പോയിന്റ്. അതായത് ഈ കാർഡ് നല്ല സെക്യൂർ ആണ് മറ്റുള്ള കാർഡിനെക്കാട്ടിലും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിൽ ഒരു വലിയ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാവുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാവുന്ന ആ ഒരു സെക്യൂരിറ്റി കുറവ് കാരണം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചേക്കാം എന്നതാണ് ആ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ കാർഡും നമ്മളെ ഡീറ്റെയിൽസും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത്ര നമ്മൾ ചിലപ്പോൾ ഇതിൽ ഓൾറെഡി സെക്യൂരിറ്റി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത്ര ശ്രദ്ധിക്കൂല. അപ്പോൾ അതൊരു വീക്ക് ആയിരിക്കാം, ഒരു പക്ഷേ ആ ഒരു പോയിന്റ് വെച്ചിട്ട് വേറെ ആരെങ്കിലും അത് ആക്സസ് ചെയ്യാം എന്നുള്ള ഒരു രീതി, നമ്മുടെ ശ്രദ്ധ കുറവ് കാരണം. അതാണ് ആ സെക്യൂരിറ്റി കൊണ്ട് പറഞ്ഞത്. പിന്നെ ചാൻസ് ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ, ഈ കാർഡ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആണെന്ന് പറഞ്ഞു, ചെറിയ പ്ലാസ്റ്റിക് കാർഡാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് അത് എന്ത് ചെയ്തു പോകും, നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ അൺലൈക്ക് ക്രെഡിറ്റ് കാർഡ്, സ്മാർട്ട് കാർഡ്സ് ക്യാൻ ഹാവ് മൾട്ടിപ്പിൾ യൂസേഴ്സ് ആൻഡ് സോ ദ ലോസ് മേ ബി മച്ച് മോർ ഇൻകൺവീനിയൻറ്റ്. അതായത് ക്രെഡിറ്റ് കാർഡ് പോലെയല്ല സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമുക്കത് ലോസ് ആയി പോയി കഴിഞ്ഞാൽ വളരെ ഇൻകൺവീനിയൻ്റ് ആയിരിക്കും. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് ആ കാർഡ് കൊണ്ടായിരിക്കും. പിന്നെ സ്ലോ അഡോപ്ഷൻ എന്ന് വെച്ചാൽ ഈ കാർഡ് നമ്മൾ പറഞ്ഞു സ്മാർട്ട് കാർഡ് റീഡർ വേണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ സ്റ്റോറുകളിലോ റെസ്റ്റോറൻറ്റുകളിലൊക്കെ അതിന് വേണ്ട രീതിയിലുള്ള ഹാർഡ്വെയർ അവിടെ ഉണ്ടായിക്കോണമെന്നില്ല അത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നോളജി കുറച്ചും കൂടെ സെക്യൂർ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി കൂടുന്നതിനനുസരിച്ച്
അതിൻ്റെ എക്സ്പെൻസ്, അതായത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കേണ്ട ക്യാഷും എന്ത് ചെയ്യും, കൂടുതലായിരിക്കും. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ആ ഒരു സ്റ്റോറിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അവർ ചിലപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് അത്ര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ സ്മാർട്ട് കാർഡ് വെച്ചിട്ടുള്ള യൂസർക്ക് അപ്പോൾ അവിടെ പേയ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അതാണ് ആ പോയിന്റിൽ പറഞ്ഞത് സ്ലോ അഡോപ്ഷൻ. ആ ടെക്നോളജി അഡോപ്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വരുന്നത് പോസിബിൾ റിസ്ക് ഓഫ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഡാറ്റ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സിൻ്റെ ഡാറ്റ ഒരുപാട് അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഇപ്പോൾ നമ്മുടെ ഒരു ഒഫീഷ്യൽ ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാർഡ് എന്ത് ചെയ്യാം, നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഓതറൈസ്ഡ് ഒഫീഷ്യൽസിനൊക്കെ ഐഡൻറ്റിറ്റി പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് കാർഡ് യൂസ് ചെയ്യാം. അതേ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ക്രിമിനൽ, ആ ക്രിമിനലിന് ഒരു പുതിയ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം, അതായത് അയാൾ വേറൊരാളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരാളെ സ്മാർട്ട് കാർഡ് അയാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അയാൾ ഐഡൻറ്റിറ്റി അവിടെ മാറ്റി ഇത് ഇയാളാണെന്നുള്ള രീതിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അതിൻ്റെ ഒരു വേറൊരു ഇത് പറയാണ്, ഫോർ ക്രിമിനൽ സീക്കിങ് എ ന്യൂ ഐഡൻറ്റിറ്റി ദേ ആർ ലൈക്ക് ട്രഷർ ബേസ്ഡ് ഓൺ ദ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഇറ്റ് ക്യാൻ കണ്ടെയ്ൻ ഓൺ ആൻ ഇൻഡിവിജ്വൽ. അതായത് ഇങ്ങനെ ഈ പുതിയൊരു ഐഡൻറ്റിറ്റി വേണം എന്ന് വിചാരിക്കുന്ന ക്രിമിനൽസൊക്കെ ഉണ്ടാവാം അല്ലേ. അതായത് അയാളുടെ പേരിൽ ഒരുപാട് കേസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേറെ ഒരാളായിട്ട് ഐഡൻറ്റിറ്റി വരണം എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ ആളുകളെ കയ്യിലൊക്കെ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താവും, അവർക്ക് വേണ്ട അത്രയും ഇൻഫർമേഷൻസ് ഏത് കാർഡിലുണ്ട്, ഈ സ്മാർട്ട് കാർഡിലുണ്ട്. അപ്പോൾ അവർക്കത് പ്രൊഡ്യൂസ് ചെയ്യാനും എളുപ്പമായിരിക്കും എന്നതാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ആണുള്ളത്: സെക്യൂരിറ്റി, ചാൻസ് ഓഫ് ലോസ്, സ്ലോ അഡോപ്ഷൻ, പോസിബിൾ റിസ്ക് ഓഫ് ഐഡൻറ്റിറ്റി തെഫ്റ്റ്. അപ്പോൾ ഇത്രയാണ് സ്മാർട്ട് കാർഡ് പേയ്മെൻറ്റ് സിസ്റ്റമായിട്ട് പറയുന്നത്. അടുത്ത പറയുന്നത് മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റമാണ്. മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ചെറിയ ഫീ ട്രാൻസാക്ഷനെയൊക്കെയാണ് നമ്മൾ മൈക്രോ പേയ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു 50 രൂപേൻ്റെ ഒരു സാധനം വാങ്ങുമ്പോൾ അതിന് ചിലപ്പോൾ 60 രൂപ നമുക്ക് എക്സ്ട്രാ അതിൻ്റെ ചാർജ് ഫീ ആയിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമുക്ക് ഈ ഒരു മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ചെറിയ ഒരു 50, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 രൂപേൻ്റെ സാധനം വാങ്ങുന്നതിന് 60 രൂപ എക്സ്ട്രാ ചാർജ് പ്രോസസ്സിങ് ഫീസോ അല്ലെങ്കിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ഫീയോ അല്ലെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഫീയോ ഒക്കെ ആയിട്ട് കൊടുക്കേണ്ടി വന്നാൽ അത് ഈ കസ്റ്റമർക്ക് വളരെ ബുദ്ധിമുട്ടുമാണ്, നഷ്ടവുമാണ്. അപ്പോൾ ഈ മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ നമുക്കത് പല രീതിയിലും എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ചെറിയ ട്രാൻസാക്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ദിസ് ഈസ് എക്സ്പെൻസീവ് വെൻ കസ്റ്റമേഴ്സ് പർച്ചേസ് ഗുഡ്സ് ഇൻവോൾവിങ് സ്മോൾ എമൗണ്ട്. അത് പറഞ്ഞത്, അതായത് ചെറിയ എമൗണ്ടുകളൊക്കെ വെച്ചിട്ടുള്ള ഗുഡ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ പേയ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. The cost of certain items would be less than the processing fee, which ultimately incurs loss to the merchants. മൈക്രോ പേയ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഫോർ സ്മോൾ പേയ്മെൻറ്റ്സ് ഓൺ ദി വെബ്. അപ്പോൾ മൈക്രോ പേയ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ വെബിലൂടെയൊക്കെ ചെറിയ ചെറിയ പേയ്മെൻറ്റ്സ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം പല രീതിയിലും നമുക്ക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് തരും. എന്തൊക്കെ കോസ്റ്റാണ്? ഒന്ന്, ഫൈനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് കോസ്റ്റ്. അതായത് ചെറിയ ഒരു സാധനം അതായത് ചെറിയൊരു എമൗണ്ടുള്ള സാധനം വാങ്ങുന്നതിൽ നമുക്ക് വരുന്ന കുറേ അഡീഷണൽ കോസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ നഷ്ടമാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഈ ഫിനാൻഷ്യൽ റിസ്ക് മാനേജ്മെൻറ്റ് കോസ്റ്റ്, ഓപ്പറേഷണൽ കോസ്റ്റിൽ വരുന്നതാണ് കമ്മ്യൂണിക്കേഷൻ കോസ്റ്റ് ഉണ്ടാവും, പ്രോസസ്സിങ് കോസ്റ്റ് ഉണ്ടാവും, അത് സ്റ്റോർ ചെയ്ത സ്റ്റോറേജ് കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെ സെറ്റപ്പ് കോസ്റ്റ് ഉണ്ടാവും, അങ്ങനെ അതിൻ്റെ ഡെലിവറി കോസ്റ്റ് ഉണ്ടാവും, അങ്ങനെ ഇതെല്ലാം വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കോസ്റ്റുകളൊക്കെ റിമൂവ് ചെയ്തിട്ട്, അതായത് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇ വാലറ്റിൽ നമ്മൾ എമൗണ്ട് ഇട്ട് വെക്കൂലേ, അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇ വാലറ്റ് ടെക്നോളജി. അതായത് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, കുറച്ച് എമൗണ്ട് അവരുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, അവർക്ക് ആവശ്യമുള്ളപ്പോൾ ആ വാലറ്റിൽ നിന്ന് ഡിജിറ്റലി പേയ്മെൻറ്റ് നടത്തും. ഇതാണ് മൈക്രോ പേയ്മെൻറ്റിൽ നടക്കുന്നത്, നമ്മൾ സാധാ ചെയ്യുന്ന സെയിം സിസ്റ്റം. പിന്നെ മൈക്രോ പേയ്മെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പേ ഫോർ വൺ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ എ ജേണൽ. ഇപ്പോൾ നമ്മളൊരു ജേണൽ, ആ ഒരു ജേണലിൽ ഒരു ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതിയത്. അപ്പോൾ ആ ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യാൻ നമുക്ക് ചെറിയ എമൗണ്ട് മതിയാവും. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈക്രോ പേയ്മെൻറ്റ് യൂസ് ചെയ്യാം.
അതേപോലെ ഒരു സയൻറ്റിഫിക് ബുക്കിൽ നമുക്കൊരു ചാപ്റ്റർ, ഒരു ലെസൺ എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ നമുക്ക് CD-യിലെ ഒരു സോങ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈക്രോ പേയ്മെൻറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ മൈക്രോ പേയ്മെൻറ്റിന് ഒരുപാട് വെൻഡേഴ്സ് ഉണ്ട്, അതായത് അതിനും എന്തുണ്ട്, ഏജൻസികളുണ്ട് അങ്ങനെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന. IBM-ന് എന്തുണ്ട്, മൈക്രോ പേയ്മെൻറ്റ് വാലറ്റും സെർവേഴ്സും IBM-നുണ്ട്. IBM മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം അലോസ് വെൻഡേഴ്സ് ആൻഡ് മെർച്ചൻസ് ടു സെൽ കണ്ടൻറ്റ്, ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ഓവർ ദി വെബ്. അപ്പോൾ IBM മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റത്തിലൂടെ എന്ത് ചെയ്യാം, വെൻഡേഴ്സിനും മെർച്ചൻസിനും ഒക്കെ അവരുടെ കണ്ടൻറ്റ് സെല്ല് ചെയ്യാം. ഇൻഫർമേഷൻ ആൻഡ് സർവീസസ് ഒക്കെ വെബിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ IBM-ന് IBM-ൻ്റെതായിട്ടുള്ള മൈക്രോ പേയ്മെൻറ്റ് വാലറ്റ് ആൻഡ് സെർവേഴ്സൊക്കെ ഉണ്ട്, അവരത് ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് മൈക്രോ പേയ്മെൻറ്റിൻ്റെ അടുത്ത് പറയുന്നത്. മൈക്രോ പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ പേയ്മെൻറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ ചെറുതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് പറയുന്നത്, ദി എമൗണ്ട് ഓഫ് പേയ്മെൻറ്റ് ഇൻ മൈക്രോ പേയ്മെൻറ്റ് ഈസ് വെരി സ്മോൾ, വളരെ ചെറിയ എമൗണ്ട് ആണ്. ഇറ്റ് കുഡ് ബി ആസ് സ്മോൾ ആസ് ഫ്രാക്ഷൻസ് ഓഫ് എ റുപ്പി, അത്രയും സ്മോൾ എമൗണ്ട് ആയിരിക്കും അത് മൈക്രോ പേയ്മെൻറ്റ്. പിന്നെ ദ പേയ്മെൻറ്റ് ഈസ് അനോണിമസ്, അതേപോലെ ഈ മൈക്രോ പേയ്മെൻറ്റ് ആരത് ട്രാൻസാക്ട് ചെയ്യുന്നു എന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലേ, അതായത് അത് അറിയേണ്ട അത്രയും ചെറിയ പേയ്മെൻ്റ് ആണ്. അതാണ് അവിടെ പറഞ്ഞത്, അനോണിമസ് ആയിരിക്കും. ദ മൈക്രോ പേയ്മെൻറ്റ് യൂസേഴ്സ് ഇൻറ്റൻഡ് ടു ഹാവ് എ ടെമ്പററി റിലേഷൻഷിപ്പ് വിത്ത് വെൻഡർ, അതായത് ഈ വെൻഡറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്. നമുക്ക് കലാകാലം വെക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല, കാരണം ചെറിയൊരു സാധനം വാങ്ങുന്നതിന് ഉള്ള ഒരു ചെറിയ പേയ്മെൻറ്റ് കൊടുക്കാൻ മാത്രം. അപ്പോൾ ആ ഒരു ബന്ധം നമ്മൾ അത് ആരയച്ചു എന്നുള്ളതൊന്നും അറിയേണ്ട ആവശ്യമില്ല, അതാണ് അനോണിമസ് എന്ന് പറയുന്നത്. The reason may be that they want to use micro payment without revealing their personal financial information or open an account just for making a small payment. അതാണ് നമ്മൾ പറഞ്ഞത്, ചെറിയൊരു എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതാണ് അനോണിമസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ എഫിഷ്യൻ്റ് ആണ്, അതേപോലെ ലോ കോസ്റ്റ് ആണ് ഇതിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ എമൗണ്ട് ഫോർ ഈച്ച് പേയ്മെൻറ്റ് ഈസ് വെരി സ്മോൾ, ഓരോ പേയ്മെൻറ്റിനുള്ള എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആൻഡ് ഇഫ് ദ കോസ്റ്റ് ഫോർ ഹാൻഡ്ലിംഗ് ഈച്ച് ട്രാൻസാക്ഷൻ ഈസ് ഹൈ, ദർ വിൽ ബി നോ സ്കോപ്പ് ടു ദ വെൻഡർ ഫോർ എ വെൻഡർ ടു മേക്ക് എനി പ്രോഫിറ്റ് ആൻഡ് ദ വോൾ സിസ്റ്റം ബിക്കംസ് വർത്ത്ലെസ്. അതാണ് പറഞ്ഞത്, അതായത് ചെറിയൊരു പേയ്മെൻ്റ് ആണ്, അതിന് വേണ്ടിയിട്ട് വലിയൊരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഹാൻഡ്ലിംഗ് ചാർജ് വാങ്ങിക്കഴിഞ്ഞാൽ ആ വെൻഡർക്ക് ഒരു രീതിയിലും അതിൽ നിന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു പ്രോഫിറ്റോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് മാത്രമല്ല കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്യൂല, അത്രയും വലിയ ഒരു ചാർജ് കൊടുത്തിട്ട് എന്തിനാ സാധനം വാങ്ങുന്നതെന്ന് ആലോചിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഈ സിസ്റ്റം ഇങ്ങനെ ഒരു വിലയില്ലാത്ത സിസ്റ്റമായിട്ട് പോകും. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തിട്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഫൈനലി ചീറ്റിംഗ് ഓൺ എ സ്മോൾ പേയ്മെൻറ്റ് വിത്ത് ബിഗ് എഫേർട്ട് ഈസ് നോട്ട് വർത്ത്, അതൊരു വലിയ പോയിൻ്റാണ്. കാരണം ഒരു ചെറിയ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞു പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ഹാക്കേഴ്സൊക്കെ വന്നിട്ട് അതിൽ കുറേ പരിപാടികൾ നടത്തിയിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. കാരണം ഓർക്കത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓർ അതിൽ കൂടുതൽ വർക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ വർക്ക് ചെയ്തിട്ട് അവർക്ക് കിട്ടുന്നതോ ആകെ അവർക്ക് കിട്ടുന്നത് ചെറിയൊരു എമൗണ്ടുമാണ്. അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ പറയുന്നുണ്ട്, ചീറ്റിംഗ് ഓൺ എ സ്മോൾ പേയ്മെൻറ്റ് വിത്ത് ബിഗ് എഫേർട്ട് ഈസ് നോട്ട് വർത്ത് ഫോർ എ ഹാക്കർ ടു ട്രൈ. അതായത് ചെറിയൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഒരുപാട് അതിൽ പണിയെടുത്തിട്ട് ആ എമൗണ്ട് അടിച്ചു മാറ്റുക എന്നുള്ള ഒരു അവരാലോചിക്കൂല. സോ മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം ക്യാൻ കോംപ്രമൈസ് സം സെക്യൂരിറ്റി ടു അച്ചീവ് ദ എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി എന്നതിൽ അതിൽ കുറച്ച് കോംപ്രമൈസ് ആയാലും കുഴപ്പമൊന്നുമില്ല, കാരണം ആരും അത് അടിച്ച് മാറ്റില്ല. പിന്നെ എഫിഷ്യൻസിയും കുഴപ്പമില്ല, അത്യാവശ്യത്തിനൊക്കെ ഉണ്ട്. അതാണ് ഈ മൈക്രോ പേയ്മെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്. പിന്നെ പല രീതിയിലും നമുക്ക് മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്, പല ടൈപ്സ് ഉണ്ട്. അതിൽ 4 ഇവിടെ പറയുന്നുണ്ട്: ഡയറക്റ്റ് ടു ബില്ല്, അഗ്രിഗേഷൻ, പ്രീപെയ്ഡ് അക്കൗണ്ട്സ് ആൻഡ് ഡയറക്റ്റ് ട്രാൻസ്ഫേഴ്സ്. ഇപ്പോൾ ഡയറക്റ്റ് ടു ബില്ല് എന്ന് പറഞ്ഞാൽ ടെലിഫോണിൽ വഴി നേരിട്ട് എന്ത് ചെയ്യാണ്, ബില്ല് പേ ചെയ്യുക, അതാണ് ഡയറക്റ്റ് ടു ബിൽ എന്ന് പറയുന്നത്. വൺ ഫോം ഓഫ് മൈക്രോ പേയ്മെൻറ്റ് സിസ്റ്റം ഈസ് ഡയറക്റ്റ് ടു ബിൽ പേയ്മെൻറ്റ് വയ ടെലിഫോണി വഴി എന്ത് ചെയ്യുക, നേരിട്ട് ബിൽ പേയ്മെൻറ്റ് ചെയ്യാം. അത് എന്ത് ചെയ്യാം, ടെലിഫോൺ ബില്ലിലേക്കോ അല്ലെങ്കിൽ പ്രീപെയ്ഡ് ക്രെഡിറ്റിലൂടെയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് എക്സാമ്പിൾ പറയുന്നുണ്ട്, നമ്മൾ വോഡഫോൺ, അതേപോലെ T-Mobile, M-Pay ബില്ല്, സ്മോൾ ട്രാൻസ്ഫേഴ്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അതേപോലെ ഇത് അത്ര വലിയതായിട്ട് വൈഡ്ലി യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡല്ല ഡയറക്റ്റ് ടു ബില്ല് എന്ന് പറയുന്നത്.
ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ്സ് ഒന്നും അധികം ഈ ഒരു മെത്തേഡിലൂടെ എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല ഫ്രീക്വൻ്റ് ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്ര വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി അല്ല ഈ ടെലിഫോണി വഴി ബില്ല് പേ ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ചേർത്തിയിട്ട് മന്ത് എൻഡിൽ നമുക്ക് എന്ത് വരിക, ബില്ല് വരുന്നൊരു സിസ്റ്റം. ഈ കുഞ്ഞു ഒഴിവാക്കിയിട്ട്. ഇപ്പോൾ ക്യുമുലേറ്റീവ് കളക്ഷൻ ഓർ അഗ്രിഗേഷൻ സർവീസസ് ആർ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ഫോർ മൊബൈൽ പേയ്മെൻറ്റ്. അതായത് അഗ്രിഗേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൊബൈൽ പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഇൻഡിവിജ്വൽ ട്രാൻസാക്ഷൻ എക്സ്പെൻഡിച്ചേഴ്സ് ആർ സമ്മഡ് വൺസ് എ മന്ത് ഫോർ പേയ്മെൻറ്റ്. അതാണ് ഓരോ കുഞ്ഞു ട്രാൻസാക്ഷന് സമ്മ് ചെയ്തിട്ട് ആ മന്തിൻ്റെ ലാസ്റ്റ് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് കൊടുക്കുക. ദ സർവീസ് മേ ബി ഓഫേർഡ് ബൈ എ മൈക്രോ പേയ്മെൻറ്റ് ഓർഗനൈസേഷൻ കണക്റ്റിംഗ് ടു എ റേഞ്ച് ഓഫ് മെർച്ചൻറ്റ്സ്. അപ്പോൾ ഈ ഒരു ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സർവീസ് തരുന്നത് ചിലപ്പോൾ നമുക്ക് ഈ ഒരു സർവീസ് തരുന്ന ആൾക്കാരുണ്ടാവില്ല, അതായത് മെർച്ചൻറ്റ്സ്, അവരുടെ സെല് ചെയ്യുന്ന ആളുകൾ, അവരുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഏജൻസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ടീമോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്കിങ്ങനെ ഒരു എല്ലാം കൂടെ ചേർത്തിട്ട് സമ്മ് ചെയ്തിട്ട് ഒരു ബില്ലായിട്ട് സെൻഡ് ചെയ്യുന്നത് ഒരുപക്ഷെ അവരായിരിക്കാം. അവർക്ക് ചെയ്യാം. അതേപോലെ തന്നെ വേറെ ചെയ്യാൻ പറ്റുന്നത് നമ്മളെ മൊബൈൽ ബില്ലിലൂടെ, നമ്മൾ നേരത്തെ പറഞ്ഞു അത് മൊബൈൽ ബില്ലിലൂടെ എന്ത് ചെയ്യാം, ആ ബില്ലിൻ്റെ കൂടെ ആ മന്ത് ലാസ്റ്റ് ഈ എമൗണ്ടും കൂടെ സമ്മ് ചെയ്തിട്ട് നമുക്ക് ബില്ലായിട്ട് വരാം. അല്ലെങ്കിൽ മെർച്ചൻസിന് എന്ത് ചെയ്യാം, കസ്റ്റമേഴ്സിൻ്റെ മൊത്തം എക്സ്പെൻഡിച്ചർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവർക്ക് നേരിട്ടും എന്ത് ചെയ്യാം, ബില്ലായിട്ട് അയക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ചേർക്കുക എന്നുള്ള മീനിങ് ആണ് എന്തിൽ വരുന്നത്, അഗ്രിഗേഷൻ എന്നതിൽ പറയുന്നത്. പിന്നെ വരുന്നതാണ് പ്രീ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. പ്രീ പേയ്മെൻറ്റ് പറഞ്ഞാൽ പ്രീപെയ്ഡ് സിസ്റ്റം, അതും നമ്മൾ നേരത്തെ പറഞ്ഞൊരു കോൺസെപ്റ്റാണ് പ്രീപെയ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ പ്രീപെയ്ഡ് സിസ്റ്റത്തിന് നമുക്കൊരു വൺ ടൈം കാർഡ് ഉണ്ടാവുള്ളൂ. ദ കാർഡ് ഈസ് ഫോർ വൺ ടൈം യൂസ് ഓൺലി ആൻഡ് കണ്ടെയ്ൻസ് നോ അതർ ഇൻഫർമേഷൻ ദാൻ എ 16 ഡിജിറ്റ് പിൻ കൺസീൽഡ് അണ്ടർ സ്ക്രാച്ച് ഫോയിൽ. അതിൽ ഒരു 16 ഡിജിറ്റ് പിൻ ഉണ്ടാവും ഒരു സ്ക്രാച്ച് ഫോയിലിൽ. അപ്പോൾ അത് മാത്രമേ അതിലുള്ളൊരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, വേറൊരു ഇൻഫർമേഷനും അതിലുണ്ടാവില്ല. ഇതും എന്തല്ല, അത്ര വൈഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പേയ്മെൻറ്റ് മെത്തേഡ് അല്ല പ്രീ പേയ്മെൻറ്റ് എന്ന് പറയുന്നതും. പിന്നെ പിയർ ടു പിയർ പേയ്മെൻ്റ് ആണ്, അതായത് പേഴ്സൺ ടു പേഴ്സൺ നമ്മൾ അയക്കുന്നതിനെയാണ് പിയർ ടു പിയർ എന്ന് പറയുന്നത്. അത് സെൽഫോണിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ്സിലൂടെയോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, P2P പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ചില സമയത്ത് യൂസേഴ്സ് ആർ ഓൾസോ അലൗഡ് പേ ദ ബിൽസ് ഓഫ് മെർച്ചൻറ്റ്സ്. ചില സമയത്ത് നമുക്ക് അങ്ങനെയും ബില്ല് പേ ചെയ്യാം. ദിസ് ഈസ് ഗെയിനിങ് പോപ്പുലാരിറ്റി. ഇത് കുറച്ചും കൂടെ പോപ്പുലറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് ഈ ഒരു സിസ്റ്റം. ബിക്കോസ് കൺസ്യൂമേഴ്സ് ക്യാൻ ഈസിലി സെൻഡ് ഓർ റിസീവ് മണി എനി ടൈം ത്രൂ ദെയർ സ്മാർട്ട് ഫോൺ ഓർ ഓൺലൈൻ ഫോർ എ ലോ ഓർ നോ ഫീ. അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് കുറഞ്ഞ ഫീൽ അല്ലെങ്കിൽ ഫീ ഇല്ലാതെയോ നമുക്ക് എന്ത് ചെയ്യാം, പൈസ അങ്ങോട്ട് സെൻഡ് ചെയ്യാം, പൈസ ഇങ്ങോട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെയാണ് P2P, നമ്മൾ സാധാ പേഴ്സൺ ടു പേഴ്സൺ പേയ്മെൻറ്റ്. പിന്നെ ഇപ്പോൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ ചെറിയ വീട്ടിലിരുന്നിട്ടുള്ള വർക്കിലൊക്കെ നമുക്ക് അധികവും നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഇങ്ങനെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേപ്പാൽ എന്ന് പറയുന്നത്. പേപ്പാൽ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിയർ ടു പിയർ പേയ്മെൻറ്റ് സിസ്റ്റം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും പേപ്പാൽ, വിച്ച് ഈസ് നൗ ഓൺഡ് ബൈ eBay ആണ് അത് ഓൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദീസ് സർവീസസ് ഹാവ് അലൗഡ് ഇൻഡിവിജ്വൽസ് ടു മേക്ക് ആൻഡ് റിസീവ് പേയ്മെൻറ്റ്സ് ത്രൂ ദെയർ ഓൺ ക്രെഡിറ്റ് കാർഡ് ഓർ ബാങ്ക് അക്കൗണ്ട്. അതായത് നമ്മുടെ ക്രെഡിറ്റ് കാർഡിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലൂടെയോ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽസിന് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാൻ. നമ്മൾ ഈ വീട്ടിലിരുന്ന് വർക്കൊക്കെ ചെയ്യില്ലേ, വർക്ക് ഫ്രം ഹോം ഒക്കെ, അപ്പോൾ അതിനൊക്കെ പല കമ്പനികളും നമുക്ക് പേയ്മെൻറ്റ് തരുന്നത് പേപ്പാലിലൂടെയാണ്. അപ്പോൾ ഡയറക്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വഴി കണക്ട് ചെയ്തിട്ട് നമുക്ക് പേപ്പാൽ വഴി എന്ത് ചെയ്യാം, ഇങ്ങനെ എമൗണ്ട് റിസീവ് ചെയ്യാനൊക്കെ പറ്റും. ആൻഡ് ഇൻക്രീസിങ് കവറേജ് ഓഫേഴ്സ് എ മോർ ഓർ ലെസ് faultless way to send and receive payments in many currencies without having to incur further foreign exchange cost. അതായത് ഇപ്പോൾ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഈ വർക്കുകളൊക്കെ നമുക്കതിൻ്റെ എമൗണ്ട് വരുന്നത് ഒരു പക്ഷേ ഫോറിൻ കൺട്രീസിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ അയക്കുന്നത് ഡോളർ ആവാം, അല്ലെങ്കിൽ യൂറോ ആവാം. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ക്യാഷുകളായിരിക്കും വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് വേറെ എക്സ്ട്രാ കോസ്റ്റുകളൊന്നുമില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ സിസ്റ്റത്തിലൂടെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പേപ്പാൽ ലോഞ്ച് ചെയ്തത് 1999 അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ വെബ് വഴി ഇങ്ങനെ മണി ഡിജിറ്റലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പേപ്പാൽ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോൾ മൊബൈലിലൂടെയൊക്കെ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പേപ്പാൽ എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ക്യാഷ് ഇങ്ങനെ റിസീവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പേപ്പാൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് പറയുന്നത് മൈക്രോ പേയ്മെൻറ്റ്സിൽ പറയുന്നത്. ഡയറക്റ്റ് ടു ബില്ല്,
അഗ്രിഗേഷൻ, പ്രീ പേയ്മെൻറ്റ്, പിയർ ടു പിയർ പേയ്മെൻറ്റ്സ്. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.